അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരിച്ചറിവിൽ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പം എല്ലാവരുടെ ഫോണിലും ഈ AI ടൂളുകൾ, ജെമിനി പോലത്തെ ടൂളുകൾ ഉണ്ടാവും. ഇത് നമുക്ക് നിയാമത്താണോ അതോ ലാനത്താണോ? അങ്ങനെ പറയാൻ കാരണം, കഴിഞ്ഞ ആഴ്ച നാട്ടിലും ദുബായിലുള്ള പല പള്ളികളിലും നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരും പണ്ഡിതന്മാരും AIയെ നല്ല നിലക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കണം എന്നുള്ള നിലക്കുള്ള ഉത്ബോധനങ്ങൾ കൊടുക്കുകയുണ്ടായി. തീർച്ചയായിട്ടും വേണ്ടത് തന്നെ, നല്ല കാര്യം തന്നെ. പക്ഷേ നമ്മൾ, പ്രത്യേകിച്ച് വിശ്വാസികൾ, ഇതിനെ എങ്ങനെ കാണണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ അപകടം, ഞാനതിനെ വിമർശിക്കുകയല്ല, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം, വിശ്വാസം എന്ന് പറഞ്ഞാൽ ഗൈബിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാം. തെളിവ് ചോദിക്കാതെ ഗൈബിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ അടിത്തറ. അതേസമയം ഇതുപോലുള്ള ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ, AI, ജെമിനി, ഇതുപോലത്തെ സംഭവങ്ങൾക്ക് ഗൈബ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഗൈബിൽ വിശ്വസിക്കുക എന്നുള്ളത് അടിസ്ഥാനരഹിതമാണ്. ഈ പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ പുതിയ ടെക്നോളജികൾ, അവര് ടെക്നോളജിയെയാണ് ബേസ് ചെയ്യുന്നത്, ശാസ്ത്രത്തെയാണ് ബേസ് ചെയ്യുന്നത്. വേറൊരു കാര്യം, ഇസ്ലാമിക കാര്യങ്ങളും ഈ പുതിയ ടെക്നോളജിയും തമ്മിലുള്ള വ്യത്യാസം, ടെക്നോളജി ശാസ്ത്രം ഏറ്റവും പുതിയത്, ഏറ്റവും ലേറ്റസ്റ്റ്, ഏറ്റവും അപ്ഡേറ്റഡിനാണ് ഏറ്റവും കൂടുതൽ വിലയും ഉള്ളത്. അതേസമയം ഇസ്ലാമിക കാര്യങ്ങൾ, വിശ്വാസികളുടെ കാര്യങ്ങൾ, അത് എത്രത്തോളം പഴകുന്നു, എത്രത്തോളം പുറകോട്ട് പോകുന്നു, അതിനാണ് കൂടുതൽ വിലയും വാല്യൂ ഉള്ളത്. പുറകോട്ട് പോയി സഹാബത്തിലെത്തി, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെത്തി, അത്രയും പഴയതാവുമ്പോഴാണ് അതിൻ്റെ വാല്യൂ കൂടുന്നത്. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് കാര്യം AI ടൂളിനോട്, ജെമിനിയോട് ചോദിച്ചാലും മറുപടി ഉണ്ടാവും. പക്ഷേ ഈ മറുപടി ശരിയാണോ എന്ന് നമ്മൾ എവിടെയാണ് ക്രോസ് ചെക്ക് ചെയ്യുക? സാധാരണക്കാരായ നമ്മളെപ്പോലുള്ളവർ ഒരു വിഷയം, ഉദാഹരണത്തിന് ഹദീസ് നിദാന ശാസ്ത്രത്തിൻ്റെ ആ വിജ്ഞാന ശാഖയുടെ അത്രയും കൃത്യവും വിപുലവുമായ രീതിയിലുള്ള ഒരു വിജ്ഞാന ശാഖ ലോകത്ത് ഒരു വിജ്ഞാന ശാഖയിലും ഉണ്ടായിട്ടില്ല. കാരണം ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ, പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവചരിത്രങ്ങൾ, കാരണം ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ മുഴുവൻ ജീവചരിത്രം, ആ കാലഘട്ടത്തിൽ ജീവിച്ച അയാളുടെ എല്ലാം, ഇങ്ങനെ ഓരോ ആളുകളുടെ ജീവചരിത്രവും പഠിച്ചിട്ട് അത് വലിയൊരു വിഷയമാണ്. ഇതൊക്കെയാണ് നമ്മൾ ഒരു ഉസ്താദിനോട്, ഒരു പണ്ഡിതനോട് ചോദിക്കുമ്പോൾ ഇതൊക്കെ പഠിച്ച ആളാണ് അതിന് മറുപടി പറയുക. അതേസമയം ഇതൊന്നും യാതൊരു ബേസും ഇല്ലാത്ത AI ചോദിക്കുമ്പോൾ മണിമണി പോലെ ഉത്തരം കിട്ടും. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, വളർന്നു വരുന്ന ഒരു തലമുറ ഉണ്ട്. അവർക്ക് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ടെക്സ്റ്റിൽ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് പോലെയുള്ള ഒരു സൂറത്ത് എഴുതി തരുമെന്ന് ചോദിച്ചപ്പോൾ, ഇതാ അതുപോലെ ഒന്ന് വേറൊന്നും പറഞ്ഞിട്ട് AI എഴുതി തന്ന ടെക്സ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ AI-യിലും പുതിയ ടെക്നോളജിയിലും മാത്രം ബേസ് ചെയ്തുകൊണ്ട് അത് മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വളർന്നു വരുന്ന ഒരു പുതിയൊരു തലമുറ ഉണ്ട്. അവർക്ക് ഈ ഗൈബിൻ്റെയും അല്ലെങ്കിൽ ഖുർആനിൻ്റെയും ഈ രീതിയിലുള്ള AI എഴുതി തരുന്ന അറബിയിലുള്ള ഈ വാക്യങ്ങളുടെയും അതിർവരമ്പുകൾ അവർക്ക് മനസ്സിലാവില്ല. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരൂ, നിങ്ങൾ ആവശ്യമുള്ള ആളുകളിലൊക്കെ വിളിച്ചോളൂ എന്ന് ആദ്യമായിട്ട് വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങുന്നത് മക്കത്താണ്. ആ സമയത്ത് ഏകദേശം 60ഓളം ആയത്തുകളെ ഇറങ്ങിയിട്ടുള്ളൂ. ആ സമയത്തുള്ള വെല്ലുവിളി, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു, വലീദ് ഇബ്നു മുഗീറയെ പോലുള്ളവർക്ക് ഇതെന്താണെന്ന് അറിയാമായിരുന്നു, അവർക്ക് ഭാഷ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കയിലാവട്ടെ മദീനയിലാവട്ടെ ഒരിക്കലും ആ ചാലഞ്ച് ഏറ്റെടുക്കാൻ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല. പക്ഷെ ഇപ്പോൾ ജെമിനിയോട് ചോദിച്ചാൽ, ഞാൻ ചോദിച്ചതിനോട് ഉത്തരം ഇപ്പൊ ജെമിനി എനിക്ക് എഴുതി തന്നെ, നിങ്ങൾ ഓരോരുത്തരും ചോദിച്ചാൽ അതിന് വേറെ മറുപടി ആയിരിക്കും ജെമിനി വരിക, ഉത്തരം തരിക. അവസാനിപ്പിക്കുകയാണ്, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിന്റെ പിന്നിൽ ഇസ്ലാമിക പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഖുർആനും ഹദീസും ബേസ് ചെയ്തിട്ടുള്ള മറുപടികളൊന്നും തരുന്ന ആളുകളല്ല ഇതിന്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പണ്ഡിതന്മാർ, ഇസ്ലാമിക നേതാക്കന്മാര് വേൾഡ് വൈഡിൽ ഈ അപകടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇസ്ലാമിക അധിഷ്ഠിതമായ ഇതുപോലുള്ള കാര്യങ്ങൾ, സൈറ്റുകളൊക്കെ ഉണ്ട്, എങ്കിൽ പോലും അതൊന്നും ഇതുപോലുള്ള ടൂളുകൾക്ക് അടുത്തെത്തുന്നില്ല. അതുകൊണ്ട് ഈ ഒരു വിഷയം, നമ്മൾ ഈ AI ടൂളുകളെ നമുക്ക്
നിയമത്താണോ ലാനത്താണോ, നമുക്ക് എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുക, നമുക്ക് എങ്ങനെയാണ് അത് അനുഭവപ്പെടുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഒന്ന് ഒരു തിരിച്ചറിവ് അതിനെക്കുറിച്ച് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. AI വേറൊരു വിഷയം കൂടി പറയാനുണ്ട്, അത് അടുത്ത ലക്കത്തിൽ ഇൻഷാ അല്ലാഹ്. തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.